ഏതാണ്ട് ഒരു 3:45 കൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നതെന്ന് പ്രദേശവാസികൾ ഞങ്ങളെ വിളിച്ചിട്ടുള്ളത്. ആ സമയത്ത് വന്നു നോക്കുമ്പോൾ ആ സമയത്തും ഇവിടെ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പാലത്തിൻ്റെ ഏതാണ്ട് നടുഭാഗത്തായിട്ട് കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ലാബ് മുഴുവനായിട്ട് പുഴയിൽ പതിച്ചിട്ട് തൊഴിലാളികൾക്ക് പരുക്കു പറ്റിയിട്ട് പോലും ആ പണി നിർത്തിവെക്കാൻ വേണ്ടി ഇവിടെ ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട PMR കമ്പനി തയ്യാറായിട്ടില്ല. ആ സമയത്ത് പോലും വർക്ക് നടക്കുമ്പോൾ ഞങ്ങൾ നാട്ടുകാർ ഇടപെട്ടിട്ട് ആ വർക്ക് നിർത്തിവെക്കണമെന്ന് നിർബന്ധമായിട്ടും പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ആ സമയത്തോട് വർക്ക് നിർത്തിവെച്ചിട്ടുള്ളത്. ഈ ഒരു വർക്ക് മുമ്പ് ULCC എന്ന് പറയുന്ന കമ്പനിയായിരുന്നു ഈ വർക്ക് കരാറെടുത്തിരുന്നത്. എന്നാൽ കോടതിയിൽ പോയിട്ട് ഇതിനു മുമ്പ് ടെൻഡർ വിളിച്ചെടുത്ത കമ്പനി എന്ന നിലയ്ക്ക് PMR കമ്പനി കോടതിയിൽ പോയിട്ടാണ് ഈ ഒരു സ്റ്റേ വാങ്ങിയിട്ട് ഈ നിർമ്മാണ പ്രവൃത്തി സ്വന്തമാക്കിയിട്ട് ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പണി നടക്കുമ്പോൾ പോലും ഈ നാട്ടിലെ തൊഴിലാളികൾക്ക് സുരക്ഷ നൽകാൻ സാധിക്കാത്ത കമ്പനി നടത്തി ഒരു 40% പണി പൂർത്തീകരിക്കുമ്പോൾ ഈ ഒരു പാലത്തിൻ്റെ മുകളിലൂടെ ഇതുവരെ നടന്ന പാലത്തിൻ്റെ ആ പണിയുടെ സുരക്ഷ ഏത് രീതിയിലാണ് ഞങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുക? ഇതിൻ്റെ ബലക്ഷയം അടക്കമുള്ള കാര്യങ്ങൾക്കകത്ത് ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. അതിനകത്ത് കൃത്യമായ മറുപടി തരാൻ വേണ്ടി ഈ PMR കമ്പനിക്ക് സാധിക്കണം, ഈ പൊതുമരാമത്ത് വകുപ്പിന് സാധിക്കണം. ഇതിനകത്ത് കൃത്യമായിട്ട് ഈ പാലത്തിന് പണി പൂർത്തീകരിച്ച് സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ പാലത്തിലൂടെ ഈ നാട്ടുകാർക്ക് സഞ്ചരിക്കാൻ സാധിക്കുമെന്ന്, സഞ്ചാരയോഗ്യമാവുന്ന രീതിയിലേക്ക് ഈ പണി പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ഉറപ്പ് നൽകാൻ സാധിക്കുന്ന രീതിയിൽ മാത്രമേ ഈ ഒരു പണി ഇനി തുടരാൻ വേണ്ടി ഈ നാട്ടിലെ നാട്ടുകാർ സമ്മതിക്കൂ എന്നുള്ള കാര്യമാണ് ഈ കമ്പനിയോടും പൊതുമരാമത്ത് വകുപ്പിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്.